ഉള്ള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്ന് അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രയോഗം യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ്, നമ്മളെ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കണം. ആരായാലും കൊടുക്കണം, ഞാനായാലും കൊടുക്കണം, വേറെ ആളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്വമല്ല. പിന്നെ എൻ്റെ അഡ്രസ്സ് കളയും എന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് ആർ ബാലകൃഷ്ണപിള്ളയുടെ സൺ ഓഫ് ആർ കെ ബി ഗണേഷ് കുമാർ, സൺ ഓഫ് ആർ ബാലകൃഷ്ണപിള്ളൈ, കീഴുവിട്ട് വീട് വാളാണ്. ഇതാണ് എൻ്റെ അഡ്രസ്സ്. രണ്ടാമത്തെ അഡ്രസ്സ് 19 വയസ്സിൽ മലയാള സിനിമയിൽ വന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായ കെ ബി ഗണേഷ് കുമാർ, 25 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന, മതേതര വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന, 25 വർഷത്തിലധികമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അത് ജനങ്ങളുടെ ഔദാര്യം അല്ലാതെ മറ്റൊരു ഔദാര്യമില്ല. ആദ്യം മകൻ എന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ജനങ്ങളുടെ, കലാകാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച അവർക്കാണ് ഈ അധികാരം. എൻ്റെ അഡ്രസ്സ് അവരിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ വേറെ ആരുടെയും സഹായം കൊണ്ട് വളഞ്ഞ വഴി കൂടെ ഉണ്ടായ അഡ്രസ്സല്ല. ആ അഡ്രസ്സ് കളയാൻ ആർക്കും പറ്റത്തില്ല. അല്ല, അത് മുഖ്യമന്ത്രി, ഞാൻ അറിയുന്ന വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടല്ല, ഞാൻ അറിയുന്ന വി ഡി സതീശൻ പോവില്ല. ഞാൻ ഇന്ന് വരെ 25 വർഷമായിട്ട് ഞാൻ അറിയുന്ന എൻ്റെ എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള വി ഡി സതീശൻ അങ്ങനൊന്നും ഒരു സ്ഥലത്തും പോവില്ല. അയാൾ ആദർശമൊന്നും വിട്ട് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ. അത് ഞാൻ ഈ മുഖ്യമന്ത്രിയെ ഇടാകൂടാന്നൊക്കെ വിളിക്കുന്നു, അവനെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചിലർ പദപ്രയോഗം നടത്തിയപ്പോഴും നമ്മൾ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചില ആളുകൾ അവൻ ഇവനൊക്കെ പറഞ്ഞു, അയാൾ, അതൊന്നും പറയാൻ പാടില്ല. പൊസിഷനാണ്, പ്രോട്ടോകോളാണ്. അത് മാനിക്കുക എന്നുള്ളതാണ് ഒരുപാട് തറവാടിത്തം. അദ്ദേഹത്തെ ആ ഒരു ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 26 വർഷമായിട്ട് നല്ല സുഹൃത്താണ് അദ്ദേഹം എൻ്റെ. പക്ഷെ അത് വേറെ കാര്യം. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. സതീശൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമേശ് പിഷാരടിയുടെ മറ്റുള്ള എല്ലാവരും ഡേറ്റ് ഒന്ന് നോക്കിയിട്ട്, എല്ലാവരും ഡേറ്റ് അവൈലബിൾ ആയിട്ട് നോക്കിയിട്ട് ഒരു കമ്മിറ്റി ഉടനെ തന്നെ കൂടും. വേറൊന്നുമില്ല, നമ്മളെ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചില കണക്കിലെ തെറ്റുകളെ കുറിച്ചൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്യുക, എല്ലാം ഒന്ന് സ്ട്രീംലൈൻ ചെയ്തതിനു ശേഷം ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് സ്ട്രീംലൈൻ ചെയ്യും. ഞങ്ങളത് സുതാര്യമായ നിലയിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയും അഡ്വക്കേറ്റിൻ്റെ എല്ലാം അഡ്വൈസ് വാങ്ങിക്കൊണ്ട് വളരെ കൃത്യമായി ഇതുവരെ എന്തെങ്കിലും കണക്കിലോ കാര്യങ്ങളോ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, നമുക്ക് സത്യം അറിയാൻ പറ്റത്തില്ല. ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്തതിനു ശേഷം പഴയതുപോലെ അമ്മ പണ്ട് നടന്നിരുന്ന പോലെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാക്കിയിട്ട് ഒരു ഇലക്ഷനിലേക്ക് പോയിട്ട് ആ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് ഇത് കൈമാറും. എന്തുകൊണ്ടാണ് ഈ ഒരു സമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതാണ് താങ്കളുടെ ഒരു അനുഭവം? എനിക്ക് തോന്നുന്നു അതിനകത്തുള്ളൊരു വിയോജിപ്പാണ്. അവർ തമ്മിലൊരു യോജിപ്പില്ല. ട്രഷററും പ്രസിഡന്റും സെക്രട്ടറിയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടേണ്ടതാണ്. ട്രഷറർ ഇടാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ട്സ് പാസ്സാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും അക്കൗണ്ട്സ് പാസ്സാവ് വരുമ്പോൾ അവരുടെ നടത്തിക്കൊണ്ടാണുള്ള അവരുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നല്ല, അല്ലാതെ അവരെ പിണക്കി വിട്ടതും ആരും അടിച്ചു പുറത്താക്കിയൊന്നും അല്ല. ഈ ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റും അതിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ടും അവർക്ക് പാസ്സാക്കാൻ കഴിയുന്നില്ല ജനറൽ ബോഡിയുടെ മുമ്പിൽ. ഞാനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ലേഡീസാണ്, അവർക്ക് എന്ത് തെറ്റുപറ്റിയെങ്കിൽ തിരുത്താനൊരു അവസരം. കാരണം ഇവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീർത്ത് ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ. പക്ഷേ ജനറൽ ബോഡിയുടെ തീരുമാനം, ലാലേട്ടൻ പറഞ്ഞ പോലെ ജനറൽ ബോഡിയുടെ തീരുമാനം. നമ്മൾ പറയുന്നതല്ല, നമ്മൾ അഭിപ്രായം പറയാനേ നോക്കൂ. ജനറൽ ബോഡിയുടെ തീരുമാനം ഇത് പാസ്സാക്കണ്ട, ഇത് മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനം ജനറൽ ബോഡിയിൽ വന്നോണ്ട് ആരുടെയും കുറ്റമല്ല, എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും അഭിപ്രായം പറയുന്നത് ശരിയല്ല. അങ്ങനെയാണ് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചതും ജനറൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് സ്ട്രീംലൈൻ ചെയ്ത് റെഡിയാക്കി നല്ല സുതാര്യമാക്കി വേറൊരു ഭരണസമിതിക്ക് ഇത് ഇലക്ഷനിലൂടെ കൈമാറി. അല്ല, ഞാനതിനൊന്നും താല്പര്യം കാണുന്നത്. ഇത് ഞാൻ അതിനെ ഒഴിഞ്ഞു പോയതാണ്. 7 വർഷം മുമ്പ് ഒഴിഞ്ഞു പോയത്. പക്ഷേ ഞാനും കൂടി ചേർന്ന് വളരെ കഷ്ടപ്പെട്ടു. മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മടിയളവിട ബാബു, അതുപോലെ TP മാധവൻ, ഇവരെല്ലാവരും MG സോമൻ, സുരേഷ് ഗോപി, ഇങ്ങനെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെല്ലാം കോൺട്രിബ്യൂഷനിൽ കെട്ടിപ്പടുത്തൊരു സ്ഥാപനം. അപ്പോൾ ഞാൻ ഈ വന്നതിൽ എല്ലാ ചെറുപ്പക്കാരാണ് വരുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയർ ഞാനേ ഉള്ളൂ. ഇതിനകത്തൊരു അനുഭവ പരിചയമുള്ള ആൾ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനം. ചില ഞാൻ നിൽക്കില്ലായിരുന്നു, കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാരണം ഞാനിത് ഒരു 8 വർഷം മുമ്പേ ഇതിൽ ഇലക്ഷൻ നിൽക്കുകയെന്ന് ചെയ്ത് അങ്ങ് മാറിപ്പോയ ആളാണ്. കാരണം നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി വേറൊരു ജനറേഷൻ ഏറ്റെടുക്കട്ടെ എന്നുള്ളതായിരുന്നു.
ആരാണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്? അല്ല, അവരാരെങ്കിലും സീനിയർ ആയിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്ന് ഇത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. ചെറുപ്പക്കാർ കഴിയില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷണത്തിനൊന്നും പോവാതെ എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവരും. അവരില്ല, അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സികൾ വന്നുകൊണ്ട് രണ്ടുപേരും വരില്ല, അതാണ് പ്രശ്നം. പരീക്ഷണത്തിന് വേണ്ട. അല്ല, അവർ പേടിയാ. അവർക്ക് എന്തിനാ വെറുതെ അൺനെസസറി ഹെഡേക്ക് എന്തിനാണെന്ന് അവർ വിചാരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റും? അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു അൺനെസസറി ഹെഡേക്ക് അവർ വേണ്ടാന്ന് വയ്ക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇല്ല, അതറിയില്ല. അതൊക്കെ ഇനി ഡിസ്കസ് ചെയ്ത് വരുമ്പോഴൊരു ആദ്യം ഇതൊന്ന് ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല, ഇത് സുതാര്യമായിട്ടൊന്ന് സ്ട്രീംലൈൻ ചെയ്യുക, ഒരു ഇലക്ഷൻ നടത്തുക, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൈനീട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങാതെ പോവുക. യോഗത്തിൽ ഒരു രണ്ടാം നിലയിൽപ്പെട്ട ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അല്ല, അത് ഇതുകൊണ്ടൊക്കെയാണ്. കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരല്ലേ, അവർക്ക് പിന്നെ പല പല കാരണങ്ങളുണ്ട് അതിനൊക്കെ. അതെന്താണെന്നൊരു റെക്കമെൻഡേഷൻ ഞങ്ങളെ കമ്മിറ്റി കൂടിയതിനു ശേഷം അടുത്തൊരു ജനറൽ ബോഡിക്ക് മുമ്പ് റെക്കമെൻഡേഷൻ കൊടുക്കും. എന്തുകൊണ്ടൊക്കെയാണ് ഈ ചെറുപ്പക്കാർ വരാത്തതിൻ്റെ കാരണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ എൻ്റെ ഒരു അസസ്മെൻ്റാണ് ഞാൻ പറയാം. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എല്ലാം 2-3 കോടി രൂപയ്ക്കൊക്കെ ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റുകളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൗണ്ടറുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഒരു ചായ കുടിച്ചിട്ട് ചേട്ടാ കൊള്ളാമെന്ന് പറയാം എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അത് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പം അത്തരം സീനുകൾ സ്പോൺസർമാർ വരുമ്പോൾ അങ്ങനെ പണ്ട് സ്പോൺസർമാരില്ല. അപ്പോൾ ഈ സ്പോൺസർമാർ വരുമ്പോൾ അത്തരം ചില സീനുകളുണ്ട്. അത് ഇവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ മോശക്കാരാവും. കാരണം ഗണേഷ് കുമാർ ഒന്നും സംസാരിച്ചു, മറ്റേയാൾ സംസാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പരിഹരിക്കാനൊക്കെ പറ്റും. കാരണം അങ്ങനെ പിണക്കക്കാരും വഴക്കാണ്. നിലവിലിവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം ഇവരെ ആ ഒരു ജനറൽ ബോഡിയുടെ മുമ്പിൽ അവർക്ക് ഒരു വിശ്വസ്തത വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും പറഞ്ഞു, അത് ലാലേട്ടനും അങ്ങനെ പറഞ്ഞെങ്കിലും ഇവർ തുടർന്ന് പോകുന്നേ പോട്ടെ എന്ന് വിചാരിച്ച് മാക്സിമം നമ്മൾ പോയെങ്കിലും പൊതുവികാരം എതിരായിപ്പോയി. എന്തോ ആണോ? പിന്നെ അതൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പാടില്ല. അമ്മയിൽ രാഷ്ട്രീയം. ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പിഷാരടി ഇപ്പോൾ കമ്മിറ്റിയാണ്. പിഷാരടി ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയം ഇതിനകത്ത് ഞങ്ങൾ ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല, ജാതിയും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കലാകാരിക്ക് എന്ത് ജാതി, എന്ത് മതം, അത് പറയുന്നത് തന്നെ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. ജാതി മതം ഒന്നും ചോദിക്കാനും പറയില്ല, പറയാനും പാടില്ല. ഇത് ആർട്ടിസ്റ്റിൻ്റെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഘടനയാണ്. അവിടെ അത്തരത്തിലുള്ള ഡിസ്കഷൻ തന്നെ തെറ്റാണ്. അത് വരാൻ പാടില്ല. അതൊരിക്കലും വരാൻ